ഷാജിർ ഖാൻ അയൽവാസിയാണ്. ഷാജിർ ഖാൻ, താങ്കൾക്ക് ഈ അഫാനെയും അഫ്സാനെയും അതുപോലെ തന്നെ മറ്റ് കൊല്ലപ്പെട്ട ആളുകളെയും ഒക്കെ അറിയാമല്ലോ. ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നത്. കൂടുതൽ അന്വേഷിക്കുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന നിങ്ങൾക്കുണ്ടോ? സാർ, കാരണം ഒന്നും അറിയാൻ പറ്റത്തില്ല ഇതിൽ. ഒരു കുട്ടിക്കാലം പോലെ അറിയാൻ, ഇവിടെ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും അവരെ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വേറെ ഇപ്പം നടന്ന ഇൻസിഡൻ്റ് അല്ലാതെ മറ്റ് പ്രശ്നങ്ങളും നമ്മൾ ഇതുവരെ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ ഇതൊരു കേട്ടപ്പോൾ ഒരു കേട്ടേൾവി പോലും ഇല്ലാത്തൊരു സംഭവമായിപ്പോയി. പക്ഷെ എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഇവരെ കണ്ട് ഈ പയ്യനെ ഞാൻ കണ്ടതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അല്ല, ഇദ്ദേഹം ഈ ക്രിമിനൽ ആയിട്ടുള്ള ഈ പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ മദ്യം കഴിഞ്ഞ ഒരു മാസമായി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. ഒന്നും അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് മദ്യം ഉപയോഗിച്ചിരുന്നു എന്ന മൊഴിയുണ്ട് എന്ന് പറയുന്നു. ഓട്ടോ ഡ്രൈവറും മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഇയാൾ ഉപയോഗിക്കുന്നതായി എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്കുണ്ടായിരുന്നോ? സാർ, ഈ ഒരു അയൽവക്കാരൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുന്നിൽ ഇന്ന് വരെയും ഈ മദ്യലഹരിയിൽ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഇതിൽ പെട്ടിട്ട് ഈ പയ്യനെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ അല്ലെങ്കിൽ മദ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഇതിൽ ഈ പയ്യനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഓട്ടോ ഡ്രൈവർ ആണ് പറയണത് പുള്ളി മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് സ്റ്റേഷനിൽ പറഞ്ഞു. മദ്യപിച്ചിട്ടുണ്ട് എന്ന് പുള്ളി സ്റ്റേഷനിൽ പറഞ്ഞു. പക്ഷെ നമ്മളാരും ഇവ മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ച് ഇവിടെ മോശമായി നടക്കുന്നോ നമ്മളാരും കണ്ടിട്ടില്ല. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ രണ്ട് കുട്ടികളും നല്ലത്. ഈ ഇളയ കുട്ടി എൻ്റെ മോൻ്റെ കൂടെയാണ് ട്യൂഷന് പോണത്. മരണപ്പെട്ട കുട്ടി എൻ്റെ മോൻ്റെ കൂടെയാണ് ട്യൂഷന് പോണത്. അവൻ്റെ കൂടെയാണ് മദർസയിൽ പോയിരുന്നത് ഒക്കെ ചെയ്തിരുന്നത്. നമ്മളൊക്കെ അതിൻ്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴും. തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ഇളയ കുട്ടിയും അടക്കം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് അടക്കം കഴിഞ്ഞ് വന്നിട്ട് പോലും ഇങ്ങനൊരു സംഭവം നടന്നോന്ന് പോലും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സാഹചര്യത്തിലാണ്. ഈ ഇളയ കുട്ടിയും കൊലപാതകയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. അവരെല്ലാ സമയത്തും ഒരുമിച്ചായിരുന്നു, മിക്കവാറും സമയങ്ങളിലൊക്കെ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിട്ടും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടന്നു അവിടെ. ഒരു വൈരാഗ്യം. അവർ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ഈ അനിയനും ജ്യേഷ്ഠനുമാണ് നല്ല കൂട്ടുകാർ. അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹവും നല്ല ബന്ധവും. മറ്റ് പുറത്തൊന്നും മറ്റ് ആൾക്കാരോട് ഈ കൊച്ചുകുട്ടി കൂട്ടുകൂടാൻ അങ്ങനെ ഒന്നും പോകണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ജ്യേഷ്ഠൻ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ അവൻ തിരിച്ച് നാട്ടിൽ വന്ന് അവർ തമ്മിലാണ് നല്ല കണക്ഷനും എല്ലാ കാര്യവും. എപ്പോഴും രണ്ടുപേരും ഒത്തുണ്ടാവണ കണക്കാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് പുറത്തേക്ക് പോണ കണ്ട ആ വണ്ടിയിൽ ഇവർ രണ്ടുപേരും കാണും. അപ്പോൾ അത്രയും അടുപ്പമുണ്ട്. ഈ തള്ളയുമായിട്ടും ഈ തള്ളയുമായിട്ടും നല്ല അടുപ്പമാണ് ഈ മക്കൾ. നല്ല അടുപ്പമുണ്ട്. സാധാരണ തള്ളയിപ്പോൾ പിന്നെ മറ്റെങ്ങനെ ഇതുപോലെ അല്ല. ഒരു നല്ല അടുപ്പമാണ്. ഉമ്മായുമായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഈ പയ്യൻ. ഈ പ്രതിയായ പയ്യൻ ഈ തള്ളയുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പവും നല്ല അറ്റാച്ച്മെൻറ്റുമാണ്.